കൊള്ളാം. ഇത്ര വർഷമായി ഇപ്പം ബസ്സില്ല. ഈ പാ- പാലം ഇല്ലാതായാലും തന്നല്ലേ? എന്റെ വീഡിയോ മുന്നേ കാണുന്നവർക്കറിയാം ഞാൻ നമ്മുടെ പാമ്പാടി പാലത്തിന്റെ അവസ്ഥയെ കാണിച്ചുകൊണ്ട് 2025 പോസ്റ്റ് ഇടുന്നുണ്ട്. അന്നത്തെ ആ പോസ്റ്റിന് 2 കോടി രൂപ അനുവദിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അനുവദിച്ച ടീമുകൾ ഒരുപാട് പോസ്റ്റുകളും കമന്റുകളും ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ഇന്നും പാലത്തിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. കണ്ടില്ലേ, കാട് പിടിച്ച് കിടക്കുന്നു. പാലം പൊളിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ ഇവിടെ KSRTC ബസ് നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, KSRTC ബസ്സിനെക്കാളും ഭാരം കൂടിയ ഒരുപാട് വണ്ടികൾ ഇന്ന് ഈ പാലത്തിന്റെ മേളിൽ പോകുന്നുണ്ട്. ഇത് പറഞ്ഞത് KSRTC ബസ് ഇതിലെ വിടണമെന്നല്ല, പക്ഷേ ഈ ഒരു പാലത്തിന്റെ ഈ അവസ്ഥ ഇത് കാണിച്ചുകൊണ്ട് അന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടികളെ വെള്ളപൂശാൻ വേണ്ടി കുറെ പോസ്റ്റുകളും കമന്റുകൾ മാത്രമല്ലാതെ ഇവിടെ പാലത്തിൽ നിന്ന് ഒരു കല്ലെടുത്ത് മാറ്റാൻ പോലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ, ഒരു പാലം പണിക്കാരെ ഇവിടെ കണ്ടില്ല. ഇവിടുത്തെ KSRTC ബസ് മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേർ ഈ റോഡിന്റെ പല ഭാഗങ്ങളിൽ താമസിക്കുന്നുണ്ട്. അതിൽ പൈസ ഉള്ളവർ ഓട്ടോ വിളിച്ചോ അല്ലാത്തവർ കാൽനടയായിട്ടും ഈ വെയിലത്തൊക്കെ ഇതിലെ പോകുന്നുണ്ട്. ഈ വീഡിയോ ഇലക്ഷന് മുന്നേ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അത് മറ്റു പാർട്ടികളിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയിടുന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ വരും. അത് പറയുന്നത് പേടിച്ചിട്ടല്ല, എനിക്ക് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷേ പാർട്ടിയിലുള്ള ഒരുപാട് പേരുമായിട്ട് നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. എന്റെ പാർട്ടി എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന ഒറ്റ പാർട്ടിയാണ്. വിധിയെഴുത്ത് എങ്ങനെയായാലും മാറി വരുന്ന സർക്കാരോ അല്ലെങ്കിൽ തുടർഭരണോ ആരായാലും ഇനിയെങ്കിലും ഈ ഒരു പാലത്തിന്റെ അവസ്ഥ ഒന്ന് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.